കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ വൻ ബഹളം. വിസിയും ഇടത് അംഗങ്ങളും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് ബഹളമുണ്ടായത്. യോഗ അജണ്ടയെ എതിർത്ത് ഇടത് അംഗങ്ങൾ രംഗത്തെത്തി. സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന പ്രമേയം ഭൂരിപക്ഷത്തോടെ യോഗം അംഗീകരിച്ചു. സെനറ്റ് യോഗത്തിലെ ബഹളത്തിൽ വിശദീകരണവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി. കേരള സർവകലാശാലയിലെ സ്ഥിര വിസി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന സെനറ്റ് യോഗത്തിലാണ് വൻ ബഹളമുണ്ടായത്. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുക്കുകയും അധ്യക്ഷസ്ഥാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തതിനെതിരെ വിസി മോഹനൻ കുന്നുമ്മൽ എതിർത്തു. വിസി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടെന്ന് ഇടത് അംഗം അവതരിപ്പിച്ച പ്രമേയം പാസായെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം എതിർപ്പറിയിച്ചെങ്കിലും യോഗം പിരിച്ചുവിട്ടു മന്ത്രി. ഇതോടെയാണ് യോഗത്തിൽ വൻ ബഹളമുണ്ടായത്. നിയമവിരുദ്ധ ഇടപെടലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയതെന്നും ചർച്ച ചെയ്യാതെയാണ് പ്രമേയം പാസാക്കിയതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഇന്ന് അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമവിരുദ്ധമായിട്ടാണ് അവതരിപ്പിക്കാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നും ആ പ്രമേയം പാസാക്കണമെന്നും അവരാവശ്യപ്പെടുന്നത്. യോഗം ചേരാൻ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് യോഗം ചേർന്നതെന്നും ചാൻസലറുടെ അഭാവത്തിലാണ് പ്രോ ചാൻസലർ അധ്യക്ഷയായതെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. യോഗം ചേരാനുള്ള നോട്ടീസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. എന്നാൽ പ്രമേയം പാസായില്ലെന്നും താനാണ് യോഗം വിളിച്ചതെന്നും വ്യക്തമാക്കിയ വിസി സെർച്ച് കമ്മിറ്റിയിലേക്ക് താൻ പേര് നൽകുമെന്നും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.